ഹായ് ഡിയേഴ്സ്, ഒരു പുതിയ അക്കാദമിക വർഷം ഇവിടെ തൊട്ടടുത്തെത്തിയിട്ടുണ്ടല്ലേ. ഇനി ഒരു പുതിയ ക്ലാസ്സിലേക്ക് പുതിയ ഫ്രണ്ട്സ്, പുതിയ ടീച്ചേഴ്സ് എല്ലാവരുടെയും മുമ്പിൽ ഒന്ന് സ്റ്റാർ ആവാൻ ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? എല്ലാ വിഷയത്തിലും ആദ്യത്തെ പരീക്ഷയിൽ തന്നെ ഫുൾ മാർക്കൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ക്ലാസ്സിലെ ഹീറോ നമ്മളാണ്. ഇവിടെ ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് വാങ്ങിക്കാനുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരാനാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്താണ് ടിപ്പ്? നമ്മൾ പരീക്ഷ എഴുതുകയല്ലേ ചെയ്യുക, അപ്പോൾ നമ്മുടെ എഴുത്തല്ലേ അടിപൊളിയാക്കേണ്ടത്? യെസ്, എൻ്റെ ടോപ്പിക് അതാണ്, ഹൗ ടു എൻഹാൻസ് യുവർ റൈറ്റിംഗ് സ്കിൽസ്. എന്ന് വെച്ചാൽ നിങ്ങളെ റൈറ്റിംഗ് സ്കിൽസിനെ എങ്ങനെ അടിപൊളിയാക്കാമെന്ന്. ടിപ്പ് നമ്പർ 1 റീഡാണ്. എന്ന് വെച്ചാൽ നന്നായിട്ട് വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് നമ്മൾ എന്തായാലും വായിക്കണം, നിർബന്ധമായ കാര്യമാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക്, അത് ബുക്സ് ആയിക്കോട്ടെ, സ്റ്റോറി ബുക്സ്, അതുപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സ്, അല്ല നിങ്ങൾക്ക് വ്ലോഗ്സ് ആണെങ്കിലും ഇന്ന് ഇൻ്റർനെറ്റിൽ കാണുന്ന നമ്മൾ മംഗ്ലീഷ് അല്ലാത്ത എന്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വായിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് വാക്കുകൾ കിട്ടും, സെൻറ്റൻസുകൾ എങ്ങനെ സ്ട്രക്ചർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ഗ്രാമറൊക്കെ നമ്മൾ അറിയാതെ തന്നെ എന്ത് ചെയ്യും, പഠിക്കും. സോ മൈ ടിപ്പ് നമ്പർ 1 ഇസ് റീഡിങ്. ഓക്കെ, സെക്കൻഡ് 1 ഇസ് റൈറ്റിംഗ്. റൈറ്റിങ്ങോ? യെസ്, റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് അത്യാവശ്യമല്ലേ. സാധാരണ നമ്മൾ എഴുതുന്നത് ആകെ പരീക്ഷയ്ക്ക് പോയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ ഒന്ന് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? നിങ്ങളൊരു ഡെയിലി ബേസിൽ ഒന്ന് എഴുതി നോക്കുക. ഒരു 4 സെൻറ്റൻസെങ്കിലും ഒന്ന് എഴുതി നോക്കുക. അതൊരു ഡയറി ആയിട്ടോ ഒരു ജേണലായിട്ടോ എങ്ങനെയും ഒരു കത്തായിട്ടോ ഒക്കെ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഒരു ടോപ്പിക്ക്, മൈ മദർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ മേലെ തുടക്കത്തിൽ ഞാനൊരു 4 സെൻറ്റൻസ് എഴുതുന്നു. ആരെയും കാണിക്കൊന്നും വേണ്ട, പതുക്കെ 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 നമ്മളിങ്ങനെ നോക്കുക. ഡെയിലി ഓരോരോ സബ്ജക്റ്റിൻ്റെയും മേലെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു റൈറ്റിങ്ങിൻ്റെ പോരായ്മകളൊക്കെ മാറി മാറി വരും. നമുക്ക് തന്നെ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് അതൊരാളെ കാണിച്ചിട്ട് ചോദിക്കാം, അവരുടെ ഒപ്പീനിയൻ എന്താണ്. ടീച്ചേഴ്സിനെ ചോദിക്കാം, നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് ചോദിക്കാം, ഇംഗ്ലീഷ് ടീച്ചറോട് ചോദിക്കാം, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് എൻ്റെ മിസ്റ്റേക്സ്, ഇതെല്ലാം നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാനും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും, എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ട് എന്നത്. അപ്പം ടിപ്പ് നമ്പർ 2 വെരി ഇമ്പോർട്ടൻ്റ് ആണ്, റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ വൊക്കാബുലറിയാണ്. വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ വാക്കുകൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പുതിയ വാക്ക് നമുക്ക് കിട്ടുമ്പോൾ അത് നമ്മുടെ ഒരു വേർഡ് ബാങ്കിലേക്ക്, ഒരു ചെറിയ ബുക്ക് അല്ലെങ്കിൽ ഈ ഇംഗ്ലീഷിൻ്റെ ബാക്കിലോ എവിടെയെങ്കിലും നമ്മളൊന്ന് എഴുതി സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ അങ്ങനെ കുറേ വേർഡ്സാണ്, ഒരാഴ്ചയിൽ ഒരു 10 വേർഡൊക്കെ നിങ്ങൾ ഒന്ന് പുതിയത് കണ്ടുപിടിക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഉപയോഗിക്കുക, എഴുത്തിൽ ഉപയോഗിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങളുടെ ആൻസേഴ്സ്, നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ പേപ്പർ വേറെ ലെവലാവും എന്നുള്ളതിൽ ഒരു ഡൗട്ടും വേണ്ട. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ടിപ്സും അതുപോലെ കംപ്ലീറ്റ് സപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സൈലത്തിൻ്റെ വജ്ര ബാച്ച് ഒന്ന് പരിചയപ്പെടുത്താനും കൂടെയാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്താണ് ഈ സൈലത്തിൻ്റെ വജ്ര ബാച്ച്? 6ാം ക്ലാസ്സിലേക്ക് പുതുതായി ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം മുഴുവനും നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ്, അതുപോലെ കൃത്യമായ സമയങ്ങളിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ, അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, പിന്നെ പേൾ വീഡിയോസ്, അതുപോലെ തന്നെ നോട്ട്സ്, ഇങ്ങനെ നിങ്ങളുടെ കൂടെ ഒരു വർഷം മുഴുവനും നിങ്ങളെ കൂടെ നിന്ന് നിങ്ങളെ പരീക്ഷയിലെ ഒരു അടിപൊളി വിജയം നിങ്ങൾക്ക് കരസ്ഥമാക്കി തരാൻ സഹായിക്കുന്ന കേരളത്തിലെ നമ്പർ 1 ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന ഒരു കിടിലൻ ബാച്ചാണ് വജ്ര ബാച്ച്. സോ ഈ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിക്കുക. കാരണം സീറ്റ്സ് ആർ ലിമിറ്റഡ്. നമുക്ക് വജ്ര ബാച്ചിൽ കാണാം.